Today we are discussing about the topic limits and continuity. That is our next topic, limit and continuity. Before going to what is the definition of limit, we want to look some examples. That is, നമുക്കറിയാം ലിമിറ്റ് എന്തെന്ന് പറഞ്ഞതിന് മുമ്പ് നമുക്ക് അത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. നമ്മളുടെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? ഒരു സംതിങ് വാല്യൂലേക്ക് ടെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനിലൊരു വേരിയബിൾ ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്ക് ടെൻറ്റ് ചെയ്യുമ്പോൾ അത് ആ ഫംഗ്ഷൻ എന്തിലേക്കോ ടെൻറ്റ് ചെയ്യുന്നു. അതാണ് ലിമിറ്റ് എന്നതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റിന് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. ഓക്കെ, എക്സാമ്പിൾ, കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ്. നമ്മളുടെ എടുത്ത ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ് ബൈ എക്സ് ആണ് നമ്മളുടെ ഫംഗ്ഷൻ. വേർ എക്സ് ഈസ് മെഷേർഡ് ഇൻ റേഡിയൻസ്. എക്സ് റേഡിയൻസിലാണ് നമ്മൾ മെഷർ ചെയ്യിക്കുന്നത്. ദെൻ എഫ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ് എക്സെപ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അല്ലെ, സൈൻ എക്സ് ബൈ എക്സ് കോഷ്യൻ ഫംഗ്ഷൻ ആണ്, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലാത്ത എല്ലാ ഭാഗത്തും എന്താണ് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? നമ്മൾ സാധാരണ നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എക്സ് കിട്ടിയാൽ എഫ് ഓഫ് എക്സ് കിട്ടിയാൽ എക്സ് എന്ന വാല്യൂസ് നമ്മൾ 1 2 3 4 അങ്ങനെ കുറേ വാല്യൂസിന് അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിനെ കണ്ടുപിടിക്കുക. ആ ഫംഗ്ഷനിൽ എക്സിന് പകരം ആദ്യം 1 കൊടുക്കുക, then 2 കൊടുക്കുക, 3 കൊടുക്കുക. അങ്ങനെ ടാബിളൊക്കെ വരച്ച് നമ്മൾ എക്സിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ നിരത്തി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് നമുക്ക് അതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, the following table gives some values of x near x and the corresponding values of f of x. നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് എക്സിന് നിയർ ആയിട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് ടേബിളിലേക്ക് മാറ്റിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വാല്യൂസ് ഓഫ് എക്സ്. ഏതൊക്കെ നമ്മൾ എടുത്തത്? 1 എടുത്തു, 0.5 എടുത്തു, 0.2 എടുത്തു, 0.1 എടുത്തു, 0.01 എടുത്തു, 0.001 എടുത്തു. ദെൻ നമ്മൾ 0ന്റെ ലെഫ്റ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് നിയർ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആയിട്ടുള്ള -0.001, -0.01, -0.1 എടുത്തു. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് ആണ്. ആദ്യം എക്സിൽ എടുത്ത് 1 കൊടുക്കുക. അപ്പൊ നമുക്ക് വന്നിട്ട് 0.84147 കൊടുക്കും. ദെൻ 0.5 കൊടുക്കുമ്പോൾ 0.95885 വരും. ദെൻ 0.2 നമ്മൾ സൈൻ എക്സ് ബൈ എക്സിൽ സൈൻ 0.2 ബൈ 0.2 വരും. ദാറ്റ്സ് ഈക്വൽ നമുക്ക് വന്നിട്ട് 0.99335 വരും. ദെൻ 0.1ന് കറസ്പോണ്ടിങ് 0.99833 വരും. ദെൻ 0.01 കറസ്പോണ്ടിങ് ആയിട്ട് 0.9998 വരും. ദെൻ 0.001 എടുക്കുമ്പോൾ വന്നിടും 0.99999 വരും. ഓക്കെ, ദെൻ നമ്മൾ ലെഫ്റ്റ് സൈഡിന് 0ക്ക് അടുത്ത് വരുന്ന ലെഫ്റ്റ് സൈഡത്തെ പോയിന്റ്സ് ആയിട്ടുള്ള 0.0100 ആണ്. അതായത് -0.001 എടുക്കുമ്പോൾ കിട്ടും 0.99999 തന്നെ കിട്ടുന്നത്. ദെൻ -0.01 എടുക്കുമ്പോൾ നമുക്ക് 99998 വരും. ദെൻ 0.1 -0.1 എടുക്കുമ്പോൾ നമുക്ക് 99833 വരും. അപ്പോൾ നോക്കുക, നമ്മൾ ഈ 0ക്ക് ഇടതുവശവും വലതുവശവും നമ്മൾ കുറച്ച് പോയിന്റ് എടുത്താലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സ് എന്നാണ്. അത് നമുക്ക് കറസ്പോണ്ടിങ് 0.99999 വരെ വരിക എന്നതാണ്. അത് 1നോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് എന്താണ്? 1ലേക്ക് അടുത്തടുത്ത് വരുന്നു. അതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡിൽ നമ്മൾ 0ലേക്ക് വരുമ്പോഴും അതിന്റെ വാല്യൂസ് എന്താണ്? 1ലേക്ക് വളരെ അടുത്തടുത്ത് വരികയാണ് അല്ലെ? അപ്പൊ നമ്മൾ 0യിൽ നമ്മൾ വിട്ടു പോകുമ്പോൾ 1ൽ നിന്ന് വിട്ടു പോകുന്നു. 0യിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും വിട്ടു പോകുമ്പോൾ നമ്മൾ 1ൽ നിന്ന് വിട്ടു പോകുന്നു. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നമ്മൾ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ എഫ് ഓഫ് എക്സ് വാല്യൂ എന്താണ്? 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു അല്ലെ? അതായത് ടേബിൾ നമുക്ക് പറയാൻ പറ്റും വെൻ എക്സ് ഗോസ് ക്ലോസ് ടു 0. എക്സ് എന്താണ്? 0ലേക്ക് ക്ലോസ് ആയിട്ട് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിട്ട് വരുന്നു? 1ലേക്ക് പോകുന്നു അല്ലെ? എക്സ് 0ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് 1ലേക്ക് പോകുന്നു. Then we say that f of x approaches arbitrarily close to 1 as x approaches to 0. f of x 1ലേക്ക് arbitrarily close ചെയ്യുന്നു എപ്പോ? x arbitrarily close to 0 ആകുമ്പോൾ. Then we write this as sin x by x tending to 1. That is, ഈ ആരോ മാർക്ക് നമ്മൾ മീൻ ചെയ്തത് tending to 1. Okay, അല്ലെങ്കിൽ approaches to 1 as x tending to 0. അതായത് x 0ലേക്ക് പോകുമ്പോൾ sin x by x 1ലേക്ക് പോകുന്നു. ഓർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ലിമിറ്റിന്റെ നൊട്ടേഷൻ. അതായത് എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സൈൻ എക്സ് ബൈ എക്സ് എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ സൈൻ എക്സ് ബൈ എക്സിന്റെ ലിമിറ്റ് എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സൈൻ എക്സ് ബൈ എക്സിന്റെ ലിമിറ്റ് എന്താണ്? 1 എന്ന വാല്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. Let f of x is equal to mod x is defined for all real values and is defined as, നമ്മൾ ഇപ്പോൾ തന്ന ഫംഗ്ഷൻ എന്താണ്? മോഡുലസ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. ഈ മോഡുലസ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഓൾവേസ് പോസിറ്റീവ് വാല്യൂ ആണ് വരിക, അല്ലെ? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് വരും. എക്സ് നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ മോഡ് എക്സ് എന്താണ്? മൈനസ് എക്സ് ആണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ന്റെ കറസ്പോണ്ടിങ് മോഡുലസ് വാല്യൂ എന്താണ്? എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഫംഗ്ഷൻ ആണ്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. എക്സ് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കുക? മൈനസ് എക്സ് എടുക്കുക. എക്സ് പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ 0 എടുക്കുമ്പോൾ നമുക്ക് എക്സ് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ എന്ത്? മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. Okay, from the graph of modulus function f, we see that f of x approaches arbitrarily close to 0 as x approaches to 0. നമുക്ക് എന്തുണ്ട്? മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. അതായത് ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ 0ലേക്ക് വരും, അതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് വരും. അതായത് ഇതെന്താണ്? 0ലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ഫംഗ്ഷൻ, അതായത് ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വി ക്യാൻ റൈറ്റ് ദിസ് മോഡുലസ് ഫംഗ്ഷൻ 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു എപ്പോ? എക്സ് 0ലേക്ക് വരുമ്പോൾ. അതായത് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്നും 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ നിന്നും 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്താണ്? 0ലേക്ക് അപ്രോച്ച് ചെയ്യണം, അല്ലെ? ഇത് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, ഇത് 0ലേക്ക് അപ്രോച്ച്. അപ്പൊ എന്താണ്? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ് വെച്ചാൽ മോഡുലസ് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? 0 ആയിരിക്കും ആസ് എക്സ് ടെൻഡിങ് ടു 0. ദാറ്റ് ഈസ് മോഡുലസ് ഫംഗ്ഷൻ ടെൻഡിങ് ടു 0 ആസ് എക്സ് ടെൻഡിങ് ടു 0 ഓർ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ ലിമിറ്റ് എന്താണ്? 0 ആണ് എപ്പോ? എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ g of x ഡിഫൈൻഡ് ബൈ g of x is equal to എന്താണ്? x സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1, എക്സ് നോട്ട് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ അത് 1 ആയിട്ട് വരും. അപ്പോൾ g of x എന്ന ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള എന്താണ്? എക്സ് 1 അല്ലാത്ത കേസിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. എക്സ് 1 ആകുമ്പോൾ അതൊരു 1 ആയിരിക്കും. അപ്പോൾ ഈ g of x എന്ന ഫംഗ്ഷന് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. കാരണം മുകളിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 ആകുമ്പോൾ 0 ഡിഫൈൻഡ് ആവാതെ വരും, കാരണം ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ. പക്ഷെ നമ്മൾ അത് ഫംഗ്ഷൻ വേറെ രീതിക്കാണ് ഡിഫൈൻ ചെയ്തു. എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ അതിന്റെ വാല്യൂ 1 വരുന്നു, ബാക്കിയുള്ളടത്തൊക്കെ അതിന്റെ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, ദ ഫംഗ്ഷൻ g is defined for all real numbers. എല്ലാ റിയൽ നമ്പേഴ്സിനും അത് ഡിഫൈൻഡ് ആണ്. എക്സ് 0 അല്ലാത്ത കേസിൽ ഫോർ എനി എക്സ് നോട്ട് ഈക്വൽ ടു 0 g of x എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 നമുക്ക് എന്ത് ചെയ്തിട്ടും എക്സ് സ്ക്വയർ മൈനസ് 1 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 വരും. എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 കട്ട് ചെയ്ത് പോകുമ്പോൾ എക്സ് പ്ലസ് 1 വരും. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 1 കേസിൽ g of x ഫംഗ്ഷൻ എന്താ വരിക? എക്സ് പ്ലസ് 1 ആണ് വരിക. The graph of is thus the line y equal to x plus 1 with one point removed, namely 1, 2 together with the point 1, 1. അതായത് 1, 2 എന്ന പോയിന്റ് നമ്മൾ ഈ എക്സ് പ്ലസ് 1 എന്ന പോയിന്റ് നമുക്ക് ഒഴിവാക്കണം. കാരണം എന്താ? 1ൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. 1ൽ അതിന്റെ വാല്യൂ എന്താണ്? ഡിഫൈൻഡ് ആണ്, പക്ഷെ 1ൽ അതിന്റെ വാല്യൂ സെപ്പറേറ്റ് ആണ് വരിക. 1 ആകുമ്പോൾ അതിന്റെ വാല്യൂ 1 തന്നെ വരിക. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ 1, 1 എന്ന പോയിന്റ് നമ്മൾ ഒഴിവാക്കിച്ച് ബാക്കി വരുന്ന എല്ലാ വാല്യൂസ് ആണ് എന്ത് വരിക? ഈ ഗ്രാഫ് വരിക. എന്ത്? g of x is equal to x plus 1. g of x is equal to x plus 1 ഒരിക്കലും 1, 1 എന്ന പോയിന്റ് വരില്ല. കാരണം എന്താ? എക്സ് പ്ലസ് 1 ആയതുകൊണ്ട്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ എന്തായിരിക്കണം? 2 ആയിരിക്കും. ഇപ്പോൾ എക്സ് 1ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 2 എന്ന വാല്യൂ നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് ഒഴിവാക്കണം. കാരണം അങ്ങനത്തെ ഒരു വാല്യൂ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും എന്താണ് വരുന്നത്? 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 വരാൻ പാടുള്ളൂ, 2 വരാൻ പാടില്ല. അപ്പോൾ ഈ 1, 2 എന്ന പോയിന്റ് നമ്മൾ അതിന് ഒഴിവാക്കണം. ഓക്കെ, ഈവൻ ദോ g of 1 എന്താണ്? ഡിഫൈൻഡ് ആണ്. g of 1 എന്താണ്? 1 ആണ്. ഫ്രം നമുക്ക് ഗ്രാഫ് നമുക്ക് പറയാൻ പറ്റും. ഗ്രാഫ് നോക്കുക, നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ പറഞ്ഞു g of x എക്സ് 1 അല്ലാത്ത കേസിൽ അതിന്റെ ഗ്രാഫാണ് എക്സ് പ്ലസ് 1 ആണ്, ഇങ്ങനെ പോകും. പക്ഷെ അതിൽ 1, 2 എന്ന പോയിന്റ് നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താണ്? 1 ആകുമ്പോൾ അതിന്റെ ഗ്രാഫിലെ പോയിന്റ് 1, 1 ആണ് വരിക. 1, 1 എന്ന പോയിന്റ് ഇവിടെ വരിക, 1, 2 ആകുമ്പോൾ ഇവിടെ വരിക. അപ്പോൾ 1, 2 എന്ന പോയിന്റ് നമ്മൾ ഒഴിവാക്കണം. അതാണ് ഇവിടെ എന്താണ് ഒരു ഓട്ടൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അതിന്റെ മാർക്ക് ചെയ്യാതെ റൗണ്ട് ചെയ്തിട്ടുള്ള ഹോള് പോലെ റൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എന്ത്? ഇവിടുത്തെ പോയിന്റ് ആണ് 1, 2. ആ 1, 2 എന്ന പോയിന്റ് നമ്മൾ ഒഴിവാക്കി. കാരണം 1 ആയിട്ട് വരുമ്പം ഫംഗ്ഷൻ എന്താണ്? വാല്യൂ കറസ്പോണ്ടിങ് വരുന്നത് 1, 1 ആണ്. ഇത് പറഞ്ഞാൽ എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫാണ്.
Okay, from the graph of g, it is clear that g of x approaches arbitrarily close to 2 as x approaches to 1. ഓക്കെ, എന്താണ് ഇത് 2ലേക്ക് എക്സ് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ടെൻഡിങ് ടു 2 ആസ് എക്സ് ടെൻഡിങ് ടു 1. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ലിമിറ്റ്സ് എക്സ് ടെൻഡിങ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 വരും. അത് ഗ്രാഫ് നോക്കിയാൽ നമുക്ക് എക്സ് 1ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ, ഓക്കെ, എക്സ് നമ്മൾ 1ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് 1ലേക്ക് ഇവിടുന്ന് ടെൻഡ് ചെയ്യുമ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് ടെൻഡ് ചെയ്യുമ്പോഴും എന്താണ് അത് 2 എന്ന വാല്യൂലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് 2ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് എന്താ നമുക്കിവിടെ 2 വരിക. പക്ഷെ 2 പറഞ്ഞ പോയിന്റ് എന്താണ് നമ്മുടെ ഗ്രാഫിലില്ല. അപ്പോൾ ആ ഗ്രാഫിൽ ഇല്ലാത്ത പോയിന്റിലേക്കാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കുക. ഏത് ജി ഓഫ് എക്സ് എന്ന എക്സാമ്പിൾ ഓർത്ത് വെക്കുക, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, then നമുക്ക് ലിമിറ്റ് ഇനി ഡിഫൈൻ ചെയ്യാം. Definition: let f of x be defined on an open interval about x naught, except possibly at x naught itself. If f of x gets arbitrarily close to L for an all x successively sufficiently close to 0. X sufficiently close to x naught, we say that approaches the limit L as x approaches x naught, and we can write f of x tending to L as x tending to x naught, or limit x tending to x naught f of x is equal to L. അതായത് നമ്മളുടെ ഫംഗ്ഷൻ നമ്മൾ എക്സ് നോട്ടിന് ആർബിട്രറി ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് ആ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതിന്റെ എക്സിന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ എക്സ് നോട്ടിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അതായത് എഫ് ഓഫ് എക്സ് എല്ലിന്റെ ക്ലോസ് ആയിട്ട് വരുന്നു. എല്ലാണ് നമ്പർ ആയിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പൊ എക്സ് എന്ന വാല്യൂ എക്സ് നോട്ടിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്തിലേക്ക് പോകുന്നു, എൽ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് പോകുന്നു. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിമിറ്റ്. ഓക്കെ, ഇത് നമുക്ക് അത് രണ്ട് രീതിക്ക് പറയാൻ പറ്റും. എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നു ആസ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട്, ഓർ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഇത് എക്സ് നോട്ട് ആണ്, എക്സ് 0 അല്ല എക്സ് നോട്ട് ആക്കി മാറ്റാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എക്സ് നോട്ടിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് എക്സ് നോട്ട് എന്ന വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് ആർബിട്രറി ക്ലോസ് വരെയുള്ള വാല്യൂ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എൽ എന്ന വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ആ വാല്യൂ കറക്റ്റ് എടുക്കുക എന്നല്ല നമ്മൾ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് നോട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്ത് നോക്കാം. ദി എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് ആസ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് അറ്റ് എക്സ് നോട്ട്. അതാണ് പറഞ്ഞത്, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന് എക്സ് നോട്ടിൽ അതിന്റെ ലിമിറ്റ് എല്ല് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ എക്സ് നോട്ടിൽ അതിന് എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ആ എക്സ് നോട്ടിൽ ആ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് ആസ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ എക്സ് നോട്ട്. എക്സ് നോട്ടിൽ ആ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്നത് അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷൻ എക്സ് നോട്ടിൽ ചിലപ്പോൾ ഡിഫൈൻഡ് ആയിരിക്കില്ല, പക്ഷെ അതിന്റെ ലിമിറ്റ് ആ എക്സ് നോട്ടിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പറയാം. ഓക്കെ, എ ഫംഗ്ഷൻ മേ ഫെയിൽ ടു ഹാവ് ദ ലിമിറ്റ് അറ്റ് എ പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഫംഗ്ഷൻ എല്ലാ ഡൊമൈനിലും ഡിഫൈൻ ആണ്, പക്ഷെ അതിന്റെ ലിമിറ്റ് ചിലപ്പോൾ അതിൽ എക്സിസ്റ്റ് ചെയ്യാത്ത കേസും വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ലെറ്റ് യു ഓഫ് എക്സ് ഡിനോട്ട് ദി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമ്മൾ ലിമിറ്റിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണ്. ലെറ്റ് യു ഓഫ് എക്സ് എന്നാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ 0, ഈക്വൽ ടു 1 വെൻ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു. നമ്മൾ എക്സുകളുടെ വാല്യൂ 0നെ താഴേക്ക് എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിട്ട് പോകും, 0 പോകും. എക്സ് 0യും അതിന് മുകളിലേക്കുള്ള വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 1. അതിന്റെ ഗ്രാഫിലേക്ക് നമ്മൾ മാറ്റാൻ അങ്ങനെ വെച്ചു. എക്സ് ലെസ് ദാൻ 0 ആണ് ഇവിടെയാണ് വരിക അല്ലെ. അതെന്താണ്, എല്ലാം 0 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ള വാല്യൂ എന്താണ്, എല്ലാം 1 ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഹോൾ ഇല്ലാത്ത ഒരു ബ്ലാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് 0 ആകുമ്പോൾ അതിന്റെ വാല്യൂ 1 എന്ന് മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ യു ഓഫ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് അല്ലെ, നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് ആർബിട്രറി ക്ലോസ് ടു 0 അല്ലെ. നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് എന്താണ്, 0ലേക്ക് ആർബിട്രറി ക്ലോസ് ചെയ്യുമ്പോൾ യു ഓഫ് എക്സ് എന്താണ്, 0 തന്നെയാണ്. ഓക്കെ, ഞാൻ പോസിറ്റീവ് വാല്യൂ നോക്കാം. പോസിറ്റീവ് വാല്യൂ എന്താണ്, 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ 1ലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ദ പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് ആർബിട്രറി ക്ലോസ് ടു 1 യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. പോസിറ്റീവ് വാല്യൂ 1ലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, യു ഓഫ് എക്സ് 1 ആണ് കിട്ടുന്നത്. ഹെൻസ് ദർ ഈസ് നോ സിംഗിൾ വാല്യൂ എൽ അപ്രോച്ചസ് ബൈ യു ഓഫ് എക്സ് ആസ് എക്സ് ടെൻഡിങ് ടു 0, എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട്. ദെർഫോർ യു ഓഫ് എക്സ് ഹാസ് നോ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0.
അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫോർ പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് ആർബിട്രറി ക്ലോസ് ടു 0 ആക്കി മാറ്റുക, 1 അല്ല. അത് പോസിറ്റീവ് വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ y ഓഫ് എക്സ് എന്താണ്, അതിന്റെ u ഓഫ് എക്സ് എന്താ വരുന്നത്, 1 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും നമ്മൾ എന്താണ് ഈ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കിട്ടി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 0 തന്നെ വരുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, വാല്യൂ 1 ആണ് വരുന്നത് അല്ലെ, 1ന്റെ ഗ്രാഫിലേക്ക് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ 0, റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ 1 ആണ്. രണ്ടും സെപ്പറേറ്റ് വാല്യൂ ആണ്. അപ്പൊ സിംഗിൾ ആയിട്ടുള്ള ഒരു എൽ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. Therefore നമുക്ക് എന്താണ് വെച്ചു, u of x has no limit at x naught. പക്ഷേ അതാണ് പറഞ്ഞത്, u of x എന്താണ്, ആ x naught എന്ന പോയിന്റിൽ ലിമിറ്റ് ഇല്ല. അത് 0 എന്ന പോയിന്റിൽ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ 0 എന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. 0ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. അതാണ് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ്. എല്ലാ അതിൽ ആ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫൈൻഡ് ആണെന്ന് കരുതി അതിന് ലിമിറ്റ് ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്ത് കൊള്ളണം എന്ന് ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ്. നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, അങ്ങനെ ഏത് രീതിക്ക് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഫൈ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യും. ഫൈ ഓഫ് എക്സ് എന്താണ്, ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x, എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0, ദാറ്റ്സ് ഈക്വൽ ടു 0. ഇപ്പോൾ ഫൈ ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. എക്സ് 0 അല്ലാത്ത കേസിൽ എന്താണ് അതിന്റെ വാല്യൂ, 1/x ആണ്. എക്സ് 0 ആകുമ്പോൾ അത് 0 ആയിട്ട് പോകും. അപ്പൊ അതിന്റെ ഗ്രാഫ് ഇവിടെ വരിക, എക്സ് 0 എന്ന ഒറിജിനൽ ഒരു പോയിന്റ് ഉണ്ട്. ബാക്കിയുള്ള അതിന്റെ ഗ്രാഫ് എന്ത് വരിക, പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ പോകും, നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ എന്തായിട്ട് പോകും, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈ ഓഫ് എക്സിന്റെ ഗ്രാഫ്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്, എക്സ് അപ്രോച്ചസ് ടു 0, എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ എഫ് ഓഫ് എക്സ് എന്താണ്, ഒരു കേർവ് ആയിട്ടാണ് പോകുന്നത്, ഇൻഫിനിറ്റിയിലേക്ക് പോവാണ് അല്ലെ. ഫൈ ഓഫ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിലേക്ക്, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. എക്സ് നമ്മൾ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്, എക്സ് അപ്രോച്ചസ് 0, ഫൈ ഓഫ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇതെന്താണ്, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതായത് എക്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്കും, റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. Therefore phi of x does not stay close to any real number when x arbitrarily close to 0. Therefore phi of x has no limit at x is equal to 0. x is equal to 0 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, പക്ഷെ അതിൽ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഇത് 2 പോയിന്റ്സ്, 2 എക്സാമ്പിൾസ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഒരു റിമാർക്ക് നോക്കാം. റിമാർക്ക്: in determining limit extending to x naught f of x, the following points should be noted. First point, the quantity limit extending to x naught f of x depends upon the values of x near x naught, but not for x is equal to x naught. Indeed, if f of x naught is defined, it can be changed arbitrarily without affecting the values of the limit. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് നോട്ട് എന്ന പോയിന്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആർബിട്രറി ക്ലോസ് ആയിട്ടാണ് നമ്മൾ അതിന്റെ ഡിപ്പെൻഡൻസ് പറയുന്നത്. എക്സ് is equal to x naught അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Okay, indeed, even if f of x naught is defined, it can be changed arbitrarily without affecting values of the limit. f of x naught ഡിഫൈൻഡ് ആണെങ്കിൽ അത് നമുക്ക് ലിമിറ്റിനെ അതിനെ എഫക്ട് ചെയ്യാത്ത രീതിക്ക് നമുക്ക് ആർബിട്രറി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ആസ് എക്സ് ഗെറ്റ്സ് നിയറർ ആൻഡ് നിയറർ ടു എക്സ് നോട്ട്. എക്സ് എന്താണ്, നമ്മൾ എക്സ് നോട്ടിലേക്ക് അടുത്ത പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈറ്റ് നോട്ട് അപ്രോച്ചസ് എനി ഫിക്സഡ് നമ്പർ. ഇൻ ദിസ് കേസ് വി ക്യാൻ സേ എഫ് ഓഫ് എക്സ് ഹാസ് നോ ലിമിറ്റ് ആസ് എക്സ് ടെൻഡിങ് ടു എക്സ് നോട്ട്. അതായത് നമ്മൾ എക്സ് നോട്ട് എന്ന പോയിന്റിന് അടുത്തേക്ക് നമ്മൾ എന്താണ് പോയിന്റ്സുകൾ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ഓർ വി ക്യാൻ സേ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. Okay, then third point, in determining limit extending to x naught f of x, we must consider value of x on both sides of x naught. നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റ്സുകളും റൈറ്റ് സൈഡിലെ പോയിന്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലിമിറ്റ് എടുക്കുന്നത് എക്സ് നോട്ടിന് ലെഫ്റ്റ് സൈഡിലെ പോയിന്റ്സും റൈറ്റ് സൈഡിലെ പോയിന്റ്സ് നമ്മൾ ആർബിട്രറി ക്ലോസ് ടു എക്സ് നോട്ട് നമ്മൾ എടുത്തതിന്റെ ശേഷമാണ് ലിമിറ്റ് പറയുന്നത്. ആ ലിമിറ്റ് എടുക്കുമ്പോൾ എന്താണ്, ലിമിറ്റ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആർബിട്രറി ക്ലോസ് എടുക്കുന്ന വാല്യൂസും റൈറ്റ് സൈഡിൽ നമ്മൾ ആർബിട്രറി ക്ലോസ് എടുക്കുന്ന വാല്യൂസ് എന്താണ് ഈക്വൽ ആയിട്ട് വരണം. രണ്ടും ഡിഫറെന്റ് ആണെങ്കിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. യൂസിങ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ഗസ് ദ ഫോളോയിങ് ലിമിറ്റ്. നമുക്ക് കുറച്ച് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എക്സ് സ്ക്വയർ മൈനസ് 9/x മൈനസ് 3. സെക്കൻഡ് വൺ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1/4x മൈനസ് 2. ഇതിന് രണ്ടിന്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം ന്യൂമറിക്കൽ മെത്തേഡ്. ഓക്കെ, ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് കുറച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് എക്സ് ഇതിന്റെ വാല്യൂക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇതിന്റെ വാല്യൂലേക്ക് ടെൻഡ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എക്സ് എന്താണ്, ടെൻഡിങ് ടു 3 ആണ്. അപ്പൊ എക്സ് ടെൻഡിങ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മൾ 3യുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള കുറച്ച് പോയിന്റ്സ് എടുക്കണം, റൈറ്റ് സൈഡിലേക്കുള്ള കുറച്ച് പോയിന്റ്സ് എടുക്കണം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x²-9 നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റിയിട്ട് ടേബിളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് തുടങ്ങിയപ്പോൾ ചെയ്തില്ല, അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് എക്സ് is equal നമ്മൾ എന്തെടുക്കുക, x²-9/x-3 ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 3. 3ൽ ആ ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻഡ് അല്ല, കാരണം ഡിനോമിനേറ്റർ 0 ആയിട്ട് പോകും. ഇത് നമ്മൾ x is equal to ഞാൻ കുറച്ച് 3യുടെ കുറച്ച് അടുത്തുള്ള പോയിന്റ്സും 3യുടെ അപ്പുറത്തുള്ള കുറച്ച് അടുത്ത പോയിന്റ്സ് ഞാൻ എടുത്തു. x is equal to 2.5, 2.9, 2.99, 2.999, 3.001, 3.01, 3.1, 3.5. അതായത് 3യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് അടുത്തുള്ള പോയിന്റ്സും റൈറ്റ് സൈഡിലേക്കുള്ള കുറച്ച് അടുത്ത പോയിന്റ്സും ഞാൻ എടുത്തു. അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഓക്കെ, 5.5, 5.9, 5.99, 5.999, 6.001, 6.01, 6.1, 6.3, 6.5. അതായത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3ലേക്ക് അടുക്കുമ്പോൾ എന്റെ വാല്യൂ എന്താണ്, അപ്രോക്സിമേറ്റ്ലി 6ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 3ലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ 3ലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അതും 6ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഫ്രം ടേബിൾ നിന്ന് എനിക്ക് എന്ത് കിട്ടും, from the table as x get closer and closer to 3, f of x get closer and closer to 6. Therefore, f of x approximates 6 for x is equals to 3. Hence, we may guess that the value limit extending to 3, x²-9/x-3 equal to 6. Okay, അപ്പോൾ ഇതിന്റെ x tending to 3 ആകുമ്പോൾ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, 6 ആയിട്ട് നമുക്ക് കിട്ടും. Then second, f of x is equal to 1/4x-3. Then f of x is defined for all real numbers except 1/2. 1/2 ഫംഗ്ഷൻ എന്താണ്, ഡിഫൈൻ ചെയ്യാം. ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, 4x-2 equal to 0 എടുക്കാം. Then 4x is equal to നമുക്ക് എന്ത് വരും, 2 വരും. Then x is equal to എന്ത് വരും, 1/2. അപ്പോൾ x is equal to 1/2 ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. Then നമ്മൾ f of x എന്തായിട്ട് എടുക്കുക, here f of x is equal to ഇതാണ്. അപ്പൊ f of 4 എന്ത് വരും, 1/4 into 4 minus 2 that's equal to 1/40 വരും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ 4ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് വാല്യൂസ് എടുക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ച് വാല്യൂസ് എടുക്കുക, ടേബിളിലേക്ക് മാറ്റുക. ദാറ്റ് ഈസ് 3.5 എടുത്തു, 3.9 എടുത്തു, 3.99 എടുത്തു, 3.999 എടുത്തു, 4.001 എടുത്തു, 4.01 എടുത്തു, 4.1 എടുത്തു, 4.5 എടുത്തു. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂസ് ഞാൻ എടുത്തു. 1/12, 1/13.6, 1/13.96, 1/13.99, 1/14.004, 1/04, 1/14.4, 1/16. ഫ്രം ദ ടേബിൾ നമുക്ക് കിട്ടും. ഇത് 4ലേക്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 1/14 അപ്രോച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ. റൈറ്റ് സൈഡിൽ നിന്ന് 4ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ്, അത് 1/14 അപ്രോച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 4, എഫ് ഓഫ് എക്സ് ഗെറ്റ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/14. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് അപ്രോക്സിമേറ്റ് 1/14 ഫോർ എക്സ് ക്ലോസ് ടു 4. ഹെൻസ് വി മേ ഗസ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4, 1/4x-2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 14 വരും. അപ്പോൾ എക്സ് 4ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തിലേക്ക് പോകുന്നു, 1/14 ടെൻഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ?